ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കുവൈറ്റ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ സ്വീകരണം നൽകും. കുവൈറ്റ് ഭരണ നേതൃത്വവുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇന്ന്. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000-ലധികം പേരുടെ നിയമനപത്രം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിലെ ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. അണ്ടർ 19 വനിതാ ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കുവൈറ്റ് ഭരണകൂടം ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകും. ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും ഉന്നതതല യോഗം ചേരും. കുവൈറ്റ് പ്രധാനമന്ത്രിയുമായും ശ്രീ മോദി ചർച്ച നടത്തും. ഇന്നലെ കുവൈറ്റിൽ ഇന്ത്യൻ സമൂഹത്തെ ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. കുവൈറ്റിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം ഗണ്യമായ സംഭാവനകൾ നൽകിയതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി അവരുടെ ക്ഷേമത്തിന് നൽകുന്ന കരുതലിന് കുവൈറ്റ് നേതൃത്വത്തിന് നന്ദി അറിയിച്ചു. आपने कुवैत के कैनवास पर भारतीय हुनर का रंग भरा है. आपने कुवैत में भारत के टैलेंट, टेक्नोलॉजी और ट्रेडिशन का मसाला मिक्स किया है. आप में से जो इंजीनियर्स हैं, आर्किटेक्ट हैं, वे कुवैत के नेक्स्ट जनरेशन इंफ्रास्ट्रक्चर का निर्माण कर रहे हैं. जब भी मैं कुवैत की लीडरशिप से बात करता हूं तो वो आप सभी की बहुत प्रशंसा करते हैं. കേന്ദ്ര സർക്കാരിൽ പുതുതായി നിയമനം നേടുന്ന 71,000-ലധികം പേരുടെ നിയമനപത്രം നാളെ നടക്കുന്ന റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറും. വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് പരിപാടി. രാജ്യത്തെ 45 ഇടങ്ങളിൽ ഇതിന്റെ ഭാഗമായി റോസ്ഗാർ മേളകൾ നടക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, തപാൽ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ മന്ത്രാലയം, ധനകാര്യ വകുപ്പ് തുടങ്ങിയവയിൽ നിയമനം നേടുന്നവർക്കാണ് നാളെ നിയമനപത്രം നൽകുന്നത്. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിലെ ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു. യോഗത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ശ്രീ മനോഹർ ലാൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. നാളെ കൊച്ചി സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വാട്ടർ മെട്രോ പ്രവർത്തനങ്ങളും വിലയിരുത്തും. സമ്പുഷ്ടീകരിച്ച അരിയുടെ GST നിരക്ക് 5% കുറയ്ക്കാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന GST കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ജീൻ തെറാപ്പിയെ GSTയിൽ നിന്ന് ഒഴിവാക്കിയതായും യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ GST നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. വ്യോമയാന ഇന്ധനത്തെ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. കശ്മീരിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതി പൂർത്തീകരണത്തോടടുക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ഇന്നലെ ന്യൂഡൽഹിയിൽ 69ാമത് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവീകരിച്ച പാമ്പൻ പാലം ഉടൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. ഇന്ത്യൻ റെയിൽവേക്ക് നൽകിയ സംഭാവനകൾക്ക് 101 ജീവനക്കാർക്കും ഓഫീസർമാർക്കുമാണ് ഈ വർഷത്തെ റെയിൽ സേവാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ സവാരി സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ CRPF, ITBP ജവാന്മാരും മന്ത്രിയോടൊപ്പം സൈക്കിൾ യാത്രയിൽ പങ്കെടുത്തു. മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയം മുതൽ റൈസീന ഹിൽസ് വരെ മന്ത്രിയും സംഘവും സൈക്കിൾ യാത്ര നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം രാജ്യമൊട്ടാകെ ഫിറ്റ് ഇന്ത്യ പ്രചാരണത്തിൽ പങ്കെടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം. മുണ്ടക്കൈ പുനരധിവാസ കരട് പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം. സമൂഹത്തിലെ മാറ്റങ്ങൾക്കും നവീകരണത്തിനുമുള്ള പുതിയ പാത തെളിയിക്കുന്നവരാണ് KAS ഉദ്യോഗസ്ഥരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KAS 1ാം വാർഷിക ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെ മാതൃകയിൽ നിശ്ചിത ഇടവേളകളിൽ KAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. അടുത്ത ബാച്ച് KAS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ബുധനാഴ്ച വൈകുന്നേരം ഘോഷയാത്ര സന്നിധാനത്തെത്തും. കേന്ദ്ര സർക്കാരിന്റെ പ്രധാൻമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ അഥവാ PM ഉഷ പദ്ധതി പ്രകാരം കണ്ണൂർ സർവകലാശാലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായം. ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് 405 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് അനുവദിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങളും അക്കാദമിക് ഗവേഷണ സംവിധാനങ്ങളും ശക്തമാക്കുന്നതിനാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് ധനസഹായം ലഭ്യമാക്കിയത്. രാജ്യവികസനത്തിൽ IIT വിദ്യാർത്ഥികളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. IIT റൂർക്കേലയുടെ നേതൃത്വത്തിൽ നടന്ന തിങ്ക് ഇന്ത്യ നാഷണൽ കൺവെൻഷൻ 2024നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവസരങ്ങളുടെ നാടാണ് ഇന്ത്യയെന്നും മനുഷ്യവിഭവശേഷിയിൽ ഇന്ത്യയാണ് ഒന്നാമതെന്നും അദ്ദേഹം വ്യക്തമാക്കി. Perspective of the futuristic development, the role of the young talented students who are becoming futuristic business leaders, their role is very, very important. India is the land of the opportunities, and the most important thing with India is we are the first country in the world where we have highest young talented engineering skilled manpower available in India in the whole world. And that is one of the reasons that it is very important. It is a strength for Indian society. ഇന്ന് ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷിക ദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു. അണ്ടർ 19 വനിതാ ട്വന്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ബംഗ്ലാദേശിനെ 41 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് 18.3 ഓവറിൽ 76 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ ഗൊൻഗാഡി തൃഷയാണ് കളിയിലെ താരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം. കൊച്ചിയിൽ വൈകുന്നേരം 7:30 മത്സരം. നിലവിലെ പോയിന്റ് പട്ടികയിൽ കേരളം 11ാമതും മുഹമ്മദ് നസി 13ാമതുമാണ്. അതേസമയം മത്സരം കാണാനെത്തുന്നവരുടെ സൌകര്യാർത്ഥം കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഡൽഹിയുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30 മത്സരം. ICC ചാമ്പ്യൻഷിപ്പ് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ഉച്ചയ്ക്ക് 1:30 വഡോദരയിലെ കൊഡംബി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്മൃതി മന്ദനയായിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കുക. ചണ്ഡീഗഡിൽ ഇന്നലെ വൈകിട്ട് ബഹുനില കെട്ടിടം തകർന്നു വീണു. ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും പോലീസും സംയുക്തമായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് ഒരു മൃതദേഹം കണ്ടെടുത്തു. 10ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പ്രദേശത്ത് മെഡിക്കൽ സംഘങ്ങളും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. യുകെയിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയായി ടെലിവിഷൻ നിർമ്മാതാവ് മാർക്ക് ബർണറ്റിനെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നയതന്ത്ര ബന്ധം, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം എന്നിവ മെച്ചപ്പെടുത്താൻ മാർക്ക് പ്രയത്നിക്കുമെന്ന് ട്രംപ് അറിയിച്ചു. ദി അപ്രന്റീസ് ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ പരിപാടികൾ നിർമ്മിച്ചിട്ടുള്ള മാർക്ക് ബർണറ്റിന് എമ്മി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതി വിമതരുടെ മിസൈൽ സംഭരണ കേന്ദ്രത്തിലും നിയന്ത്രണ കേന്ദ്രത്തിലും വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ്. ഹൂതികളുടെ നിരവധി കപ്പൽവേധ മിസൈലുകളും ആക്രമണ ഡ്രോണുകളും ചെങ്കടലിന് മുകളിൽ വെച്ച് തകർത്തതായും സമൂഹമാധ്യമ പോസ്റ്റിലൂടെ സൈന്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ സ്വീകരണം നൽകും. കുവൈറ്റ് ഭരണ നേതൃത്വവുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇന്ന്. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി 71,000-ലധികം പേരുടെ നിയമന പത്രം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന തൊഴിൽ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും.
കേരളത്തിലെ ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. അണ്ടർ 19 വനിതാ ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.